കറി ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് സോഫ്റ്റ് ആയിട്ട് ആലു പൊറോട്ട ചെയ്ത് നോക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ ചെറിയ വലിപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആവണി പ്ലസ് ചക്കി ഫ്രഷ് ആട്ടയാണ്. ആലു പൊറോട്ട നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഈ ആട്ട നമ്മൾ ഒരുപാട് സഹായിക്കും. അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തു. ടേബിൾ ടോപ്പിലേക്ക് അല്പം ആട്ട കൂടി ഇട്ട് കൊടുത്ത് പുറം ഭാഗം നല്ല ഗ്ലേസിംഗ് ആവുന്നവരെ 10 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നമ്മൾ അതിന്റെ മുകളിൽ അല്പം ഓയിൽ കൂടി തടവി കൊടുത്ത് ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് മാവ് പുളിക്കാനായിട്ട് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുകയാണ്. ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മല്ലിയില, പച്ചമുളക് ചോപ്പ് ചെയ്തത്, അല്പം സവോള, സാദാ ജീരകത്തിന്റെ പൊടി, അല്പം ഗരം മസാല എല്ലാം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പുളിച്ചു വന്നിട്ടുള്ള മാവ് ബോളുകളാക്കി മാറ്റി ഇതേപോലെ നമ്മൾ ഒട്ടും ലെയറുകളില്ലാതെ ഫിനിഷ് ആയിട്ടുള്ള ബോളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആവണി പ്ലസിന്റെ ചക്കി ഫ്രഷ് ആട്ട റൊട്ടി, ചപ്പാത്തി, പൊറോട്ട, പൂരിയൊക്കെ നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഒരുപാട് സഹായിക്കും. അതിന്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് നിറച്ചു വെച്ചു. ഈ ഫില്ലിംഗ് ഒട്ടും പുറത്തു പോവാതെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോളുകളാക്കി നമ്മൾ ഇതിനെ മാറ്റി. ഇത് നമ്മൾ റോൾ ചെയ്യാണ്. ഈ ആട്ട നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് സൈഡ് ഒന്നും പൊട്ടിപ്പോയാൽ ഡ്രൈ ആവാതെ നമുക്ക് കിട്ടി. നമ്മൾ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുത്തു. 2 സൈഡ് ഒരേപോലെ കുക്ക് ചെയ്തെടുത്തു. അല്പം നെയ്യ് നമ്മൾ പുരട്ടി കൊടുക്കേണ്ടത്. ഈ സമയത്ത് ബട്ടർ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ആലു പൊറോട്ട മാറും. ഈ 2 സൈഡ് നന്നായിട്ട് കുക്ക് ആയിട്ട് വന്നു. നമ്മൾ ചേഞ്ച് ചെയ്യാണ്.